ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാട്ടോ പോകുന്നത്. പക്ഷേ ഇന്നലെ വരാൻ പറ്റാഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ പതിവ് പോലെ തന്നെ അമ്മ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തണ്ണിമത്തനൊക്കെ അരിഞ്ഞു തന്നു. അത് കഴിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. തണ്ണിമത്തൻ കഴിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ കണ്ട് ഞങ്ങൾ ഞെട്ടിയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ ആയി അമ്മേൻ്റെ അടുത്ത് പറയുന്നു തലക്കറി വെക്കണമെന്ന്. അമ്മ ഇതുവരെ തലക്കറി ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് ടൈം അമ്മ തലക്കറി ട്രൈ ചെയ്തു. അത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ കുറേ ആയി പറയുന്നുണ്ട് തലക്കറി ഒന്ന് വെച്ച് നോക്കണം, എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് തലയൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം വെച്ചാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല എരിയും പുളിയും ഒക്കെ പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു. അമ്മ ഇത് ഇന്നലെ വെച്ച് വെച്ചത്, അതുകൊണ്ട് തന്നെ ഇന്നായപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി പിടിച്ചു. ഇവിടെ കുഴൽക്കിണർ പണിതിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കാണിക്കാനായിട്ട് ഞങ്ങളെ അച്ഛൻ പുറകിലോട്ട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അത് കണ്ടു. ഈ കൂട് കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് പട്ടിക്കൂട് പോലെയാണ് തോന്നിയത്. പട്ടിക്കൂടിൻ്റെ ഒരു ഷേപ്പായിട്ട് തോന്നി. ഞാൻ ചോദിക്കുകയും ചെയ്തു എന്താ പട്ടിക്കൂടാണോ എന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കിടന്നു, റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം വൈകിട്ട് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ഇതുണ്ടല്ലോ, ഇത് ക്യാൻറ്റീൻ വാങ്ങിച്ചൊരു സംഭവം കേട്ടോ. നമ്മുടെ ഈ പോപ്കോണിൻ്റെ കാരമൽ ഫ്ലേവറുള്ള സംഭവം. അതുപോലെ തന്നെ നാടൻ മുട്ട കേട്ടോ. ഞങ്ങളെപ്പോൾ വന്നിട്ട് പോയാലും ഇവിടെ അടുത്തൊരു വീട്ടിൽ നാടൻ മുട്ട വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നു വിടും. കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇതുണ്ടല്ലോ, അച്ഛനും അമ്മയും ക്യാൻറ്റീനിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേങ്ങാവെള്ളമാണ് അത് സംഭവം. പക്ഷേ കഴിച്ചപ്പോൾ തേങ്ങാവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. തേങ്ങാവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് കരുതി കഴിച്ചതാണ്. അപ്പോൾ അഭി ഇത് പൊട്ടിക്കാൻ നോക്കുക, അത് എന്തോ രീതിയിൽ ഇത് പൊട്ടിക്കണം. അപ്പോൾ അമ്മ വന്നിട്ട് അത് എന്തോ അടപ്പ് വെച്ചൊക്കെ തുറക്കുന്നത് കാണിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാതെ അത് പൊട്ടത്തില്ല. അതിൻ്റെ അടപ്പ് കൊണ്ട് എന്തോ സെറ്റപ്പ് ഉണ്ട് അത് പൊട്ടിക്കാൻ. അതൊക്കെ കാണിച്ചു കൊടുക്കുക. അത് കുടിച്ചു. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇതുണ്ടല്ലോ, അച്ഛനും അമ്മയുടെ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെ പോയിട്ട് വന്നാലും ഞങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അതുകൊണ്ട് തന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ വെച്ച് നോക്കി കേട്ടോ. കുറേ ടോപ്പും അതുപോലെ തന്നെ അവർക്ക് ബനിയനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടതിന് സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ച് വരണമായിരുന്നു. ഒരു അത്യാവശ്യത്തിന് മണിമലയിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പം ഇറങ്ങാൻ നേരം അമ്മ എല്ലാം പാക്ക് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ അമ്മ എടുത്ത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അച്ഛനും അമ്മയോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് മണിമലയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മണിമല കേട്ടോ. മണിമലയിൽ പോയി ഞങ്ങൾക്കൊരു സാധനം എടുക്കാനുണ്ടായിരുന്നു. സാധനം എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ക്രിക്കറ്റ് മാച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കാണണമെന്ന് തോന്നി. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അതും കണ്ടുകൊണ്ടിരുന്നു.